SA QuiZZiesന്റെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ സോറി, അത് ഏറ്റവും ആദ്യമായിട്ട് സോറി പറയാണ്. നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഈ എക്സ്പെരിമെൻറ്റുമായിട്ട്. അതെ, നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ ഒരു ബോട്ട് ഓടിക്കാൻ വേണ്ടി പോവാണ്. മോട്ടോറൊന്നുമില്ലാതെ ഉഷാറായിട്ട് പോകുന്ന ഒരു ബോട്ട്. അതെ, നമ്മളത് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് വീഡിയോ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിലും ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മളുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടൂ. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ എടുക്കണം, ഒരു A4 പേപ്പർ മതി. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പ് വെള്ളമാണ്. സോപ്പ് വെള്ളം വേണം. പിന്നെ നമുക്കൊരു ഡ്രോപ്പറും വേണം, നമ്മുടെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോപ്പറും വേണം. ഈ 3 കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഈ ബോട്ട് ഓടിക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ആദ്യം പേപ്പർ നമുക്ക് എങ്ങനെയാണ് ആ ബോട്ടാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ മാതൃക. അതായത് ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ആദ്യം കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ബോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ തന്നെ നമുക്കൊരു 3 പേപ്പർ കൂടി വേണം. അതായത് ഇതേ ഷേപ്പിലുള്ള 3 എണ്ണം വീതം ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, എല്ലാ പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷൻസ് നമുക്ക് കട്ട് ചെയ്യണം. അതും കൂടി കട്ട് ചെയ്യാം. നമ്മളങ്ങനെ ബാക്കിയുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ 3 പാർട്സും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് 3ഉം ഒന്നാക്കുക. അതായത് ഈ 3 എണ്ണവും കൂടി ഒറ്റൊന്നാക്കുക. അതായത് ഒട്ടിച്ചൊട്ടിച്ച് നമുക്ക് അത് ഒരൊറ്റ ബോട്ടാക്കി എടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഗം അപ്ലൈ. ഫ്രണ്ട്സ്, നമ്മളിതാ ബോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ 3ഉം കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ഈ ബോട്ട് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിന് മുമ്പ് നമുക്ക് സോപ്പ് വെള്ളം റെഡിയാക്കണം. സോപ്പ് വെള്ളം റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ സോപ്പ് വെള്ളം റെഡിയാക്കാൻ പോവാണ്. ആദ്യം ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഭാഗം വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു സോപ്പ് ലിക്വിഡ് മതി. നിങ്ങളുടെ കയ്യിലിപ്പോൾ വിമ്മോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉജാലയാണ്. നമ്മുടെ ഉജാല ക്രിസ്പ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞ സാധനമാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, നമുക്ക് കുറേ വേണം, കുറച്ച് താഴെയൊക്കെ ആയി പോയി. അതൊന്നും ഡോണ്ട് വറി. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം, എങ്കിലേ അതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ ഫില്ലർ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇളക്കിയെടുക്കാം. ഓ വാവ്, പാലായിട്ടുണ്ട്. ഫേക്ക് മിൽക്ക് നമുക്ക് പറയാം, ഫേക്ക് മിൽക്കാണത്. വാട്ട് എ വൈറ്റ് കളർ. ക്രിസ്പൻ ഷൈൻ ഇത്രയും വൈറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, പാല്, ശരിക്കുള്ള പാല്. വാവ്, എങ്ങനെ കിട്ടുന്നു ആർക്കും പറയാൻ പറ്റില്ല. അത് കണ്ടോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പാലല്ലാന്ന് കുടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഇത് പാലല്ലാതെ. ഓക്കെ, എങ്കിൽ അതൊക്കെ ഉണ്ട്. നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഡ്രോപ്പർ നമുക്ക് ഇതാക്കിയിട്ട് ഇനി ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിന് ഒരു വലിയൊരു പാത്രം വേണം. ഞാനത് സെറ്റാക്കി വരാം. ഫ്രണ്ട്സ്, നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അവിടെയാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ സാധനങ്ങളുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അത്രയും വെള്ളമാക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിതാ വലിയൊരു ടബ് എടുത്തിട്ടുണ്ട്. അതായത് പണ്ട് ഉപയോഗിക്കാത്ത ടബാണ്. ആ ടബ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോപ്പും ബോട്ടും റെഡിയാണ്. എങ്കിൽ
നമുക്കിതിൽ ആദ്യം വെള്ളം നിറയ്ക്കാം. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇതിൻ്റേതാണ്, ഹോസിൽ പായലാണെന്ന് തോന്നുന്നു. എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പായൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പായലാണ്, എന്തോ ഒരു തരം പൊടിയാണ് കാണുന്നത്. ഫ്രണ്ട്സ്, ഇതാ ഇപ്പോൾ 3/4 ഭാഗത്തോളം വെള്ളമായിട്ടുണ്ട്. നമുക്കിത് നിർത്താം. ഇത്ര വെള്ളം മതി നമുക്ക്. ഫ്രണ്ട്സ്, നമ്മൾ ബോട്ട് ഇറക്കാൻ വേണ്ടി പോവാണ്. ഇതാ ബോട്ട്. ഓക്കെ, നമ്മൾ തുടങ്ങല്ലേ. എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഡ്രോപ്പറിൽ നമുക്ക് നമ്മുടെ സോപ്പ് ലിക്വിഡ് റെഡിയാക്കി വെക്കാം. ഇതാ ഡ്രോപ്പറിൽ എടുത്തിട്ടുണ്ട് സോപ്പ് ലിക്വിഡ്. നമുക്ക് വെച്ച് വിട്ട് നോക്കാം എന്ത് സംഭവിക്കുന്നു എന്നറിയാം. ഇതാ ഫ്രണ്ട്സ്, ഈ അറ്റത്താണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇതാ, ദേ പോകുന്നു. ഈ ഗ്യാപ്പിലാണ് സോപ്പ് വെള്ളം ഒറ്റിക്കേണ്ടത്. ബൂം ബൂം. ഈ സൈഡിലേക്ക് പോകുമെന്ന് അറിയില്ല. അതെ, നമുക്ക് ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് ആ ഭാഗം നമുക്ക് സോപ്പ് വെള്ളം ഒറ്റിച്ചെടുത്താൽ അതിൻ്റെ എതിർവശത്തേക്ക് ഇത് നീങ്ങുന്നതാണ്. ഇവിടെ വീണ്ടും ഒട്ടിക്കാം. ഒട്ടിച്ച് റെഡി ആയിട്ടില്ല. ഇതാ ഈ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ വീണ്ടും നമ്മുടെ ടെസ്റ്റ് ഡ്രോപ്പ്. എൻജിൻ പോകുന്ന പോലെയാണ് പോകുന്നത്. നമുക്ക് ഈ ആക്കിയ സൈഡിൽ നിന്ന് കുറച്ച് മാറ്റി വിട്ട് നോക്കാം. ഈ ഭാഗത്താണുള്ളത്. നമുക്ക് ഈ ഭാഗത്തേക്ക് വിടാം. ഓടുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ആദ്യത്തെ ആ ഒരു ഇതില്ല ഇപ്പോൾ. കാരണം നമ്മൾ ഓൾറെഡി കുറേ ഇത് ഉറ്റിച്ച് കഴിഞ്ഞല്ലോ, നമ്മുടെ സോപ്പ് ലിക്വിഡ് ഉറ്റിച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അത്ര പ്യുവറായിരിക്കില്ല. വെള്ളത്തിൻ്റെതും കൂടി ഉണ്ട് ഇതിൽ. നമ്മൾ റൗണ്ട് അടിച്ച് വരാം. നമുക്ക് ഇവിടെ ഇട്ടിച്ചതാ, ഇവിടെ നിന്ന് ഇങ്ങനെ ആ സൈഡിലേക്കൊക്കെ പോകും. അത് നമുക്ക് സ്റ്റിയറിങ് കൂടിയാണ്, സ്റ്റിയറിങ്ങായി ഉപയോഗിക്കാം. എല്ലാം ഒറ്റ തന്നെ നമ്മുടെ സോപ്പ് വെള്ളം തന്നെയാണ് എൻജിനും സ്റ്റിയറിങ്ങും എല്ലാം. അപ്പോൾ ഞാൻ തട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്, ഇത് ശരിക്കുള്ളത് തന്നെയാണ്. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഞാൻ വിശദീകരിക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന ഇതാണ്. ഇത് കൺസെപ്റ്റാണ്. വെള്ളത്തിൻ്റെ പ്രതലത്തിലുള്ള സർഫസ് ടെൻഷനാണ് ഇതിനെ നയിക്കുന്നത്. സോപ്പ് വീഴുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ അത് അവിടെ നിന്ന് നീങ്ങി സർഫസ് ടെൻഷൻ്റെ അടുത്തേക്ക് പോകുന്ന, സർഫസ് ടെൻഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഈ ബോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ചൊക്കെ സക്സസ് ആയിട്ടുണ്ട്. എന്നാലും സക്സസ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അത് പറയാം. കാരണം ബോട്ട് ഓടിയിട്ടുണ്ട്. പക്ഷേ ഒരു തുള്ളി ഒരു ഡ്രോപ്പ് ഉറ്റിച്ചപ്പോഴാണ് അത് പറന്നത്. പിന്നെ അതിൻ്റെ അത്ര ശക്തി ഇല്ലായിരുന്നു, എങ്കിലും പോയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.